കാലാവസ്ഥ നല്ല ചൂടാണ്. നാട്ടിലാകെ തെരഞ്ഞെടുപ്പ് ചൂടും ഏറി വരികയാണ്. UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ചൂടുള്ള വാർത്തകളാണ് പല ദിവസങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ, ചർച്ചകൾ, കൂടിയാലോചനകൾ, ആ നിലയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങ് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആര് എന്നതിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊന്നും ഇതുവരെ UDFനകത്തോ കോൺഗ്രസിനകത്തോ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ MLA ആയ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് തന്നെ ഈ തവണയും ഇരിക്കൂറിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങളും പ്രചരണങ്ങളുമെല്ലാം ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സജീവ് ജോസഫ് തന്റെ മണ്ഡലത്തിൽ നടത്തുന്നുണ്ട്. കേരളത്തിൽ UDFന് ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളുടെ പട്ടികയെടുത്താൽ അതിൽ പ്രഥമ സ്ഥാനമുള്ള മണ്ഡലമാണ് ഇരിക്കൂർ. മുതിർന്ന നേതാവ് KC ജോസഫ് 1982 മുതൽ വിജയിച്ച് കുത്തകയാക്കി വെച്ച കോൺഗ്രസ് ലീഗ് ആധിപത്യ മണ്ഡലം. KC ജോസഫ് കോട്ടയത്തേക്ക് വണ്ടി കയറി കളം വിട്ടപ്പോൾ സജീവ് ജോസഫ് എത്തി. കഴിഞ്ഞ തവണ MLA ആയി. ഇത്തവണയും ഇരിക്കൂറിൽ മറ്റൊരു പേരില്ല. ഉറച്ച സീറ്റെന്ന നിലയിൽ മറ്റു പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും ഹൈക്കമാൻഡ് അംഗീകാരം സജീവ് ജോസഫിന് തന്നെ. 2021 സ്ഥാനാർത്ഥി നിർണയകാലത്ത് കോൺഗ്രസിൽ ഉയർന്ന കലഹം പക്ഷേ UDF വിജയത്തെ ബാധിച്ചില്ല. സോണി സെബാസ്റ്റ്യനെ മുന്നിൽ നിർത്തി അന്ന് രാപ്പകൽ സമരം വരെ നടത്തിയിരുന്നു. എന്നിട്ടും ശക്തമായ ഇടതു തരംഗത്തിനിടയിലും ഇരിക്കൂർ സജീവ് ജോസഫിന് വിജയം സമ്മാനിച്ചു. 76,764 വോട്ടുകൾ അന്ന് സജീവ് ജോസഫ് നേടി. 60% ക്രൈസ്തവ വോട്ടർമാർ. തർക്കത്തിന്റെ സൂചനകൾ നിലവിൽ UDFലില്ല. സജീവ് ജോസഫ് വീണ്ടും സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇരിക്കൂർ മണ്ഡലത്തിൽ UDFനാണ് മുൻതൂക്കം. ലീഗും നിർണായക ശക്തി. മണ്ഡലത്തിൽ സജീവമാണ് സജീവ് ജോസഫ്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് MLA സജി കുറ്റ്യാനിമറ്റമായിരുന്നു എതിരാളി. വിജയമുറപ്പെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDFും. സജീവ് ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ മറ്റൊരു തീരുമാനം ഉണ്ടാകാനും ഇടയില്ല. മണ്ഡലത്തിൽ സജീവമാകാൻ കഴിഞ്ഞു എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് രണ്ടാം തവണയും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഇരിക്കൂറിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു, ഉദ്ഘാടനങ്ങൾ നടത്തുന്നു, പാർട്ടി പ്രവർത്തകരെ കാണുന്നു. ഈ നിലയിൽ സജീവമാണ് സജീവ് ജോസഫ്. കേരളത്തിൽ UDFന്റെ ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് UDF കരുതുന്ന ഇരിക്കൂറിനെ സംബന്ധിച്ച് വിജയത്തിൽ കുറഞ്ഞ മറ്റൊന്നും കോൺഗ്രസോ ലീഗോ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സജീവ് ജോസഫ് ഇവിടെ വിജയിച്ചു വരുന്നതിൽ മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, അവരുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നവനീതിനൊപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.